ഓക്കെ, നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റ് നെയിം മെഷർമെന്റ് ഓഫ് ത്രീ ഫേസ് പവർ ആൻഡ് പവർ ഫാക്ടർ യൂസിംഗ് 2 വാട്ട്മീറ്റർ മെത്തേഡ് ആണ്. ത്രീ ഫേസിൽ പവർ മെഷർമെന്റ് ചെയ്യാനായിട്ട് 3 രീതികളാണ് ഉള്ളത്. ഒന്ന് നോക്കാം, ഒന്ന് 1 വാട്ട്മീറ്റർ മെത്തേഡ് ഫോർ ബാലൻസ്ഡ് ലോഡിനാണ്. സെക്കൻഡ് നോക്കാം 2 വാട്ട്മീറ്റർ മെത്തേഡ് ഫോർ ബാലൻസ്ഡ് ലോഡും അൺബാലൻസ്ഡ് ലോഡിന് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. 3 വാട്ട്മീറ്റർ മെത്തേഡ് ഫോർ ബാലൻസ്ഡ് ലോഡ് ആൻഡ് അൺബാലൻസ്ഡ് ലോഡ്. അതായത് ഈ മെഷർമെന്റ് ത്രീ ഫേസ് പവർ മെഷർമെന്റ് ഈ 3 രീതിയിലാണ് നമുക്ക് മെഷർമെന്റ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാബ്ലർ കൊടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് tan phi കാണണം. tan phi കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. tan phi equal to √3 W1 minus W2 divided by W1 plus W2. ഇനി phi ആണ് കാണുന്നത്. phi ആണെങ്കിൽ phi equal to tan inverse of √3 W1 minus W2 divided by W1 plus W2 എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതിനോട് നമുക്ക് കോസ് ഓഫ് ഈ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. കണക്ഷൻസിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. 2 വാട്ട്മീറ്റർ മെത്തേഡിൽ ലോഡിൻ്റെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോട്ടൽ പവർ കിട്ടുക. അതായത് ലോഡിൻ്റെ പവർ ഫാക്ടർ അനുസരിച്ചായിരിക്കും നമുക്ക് വാട്ട്മീറ്റർ റീഡിംഗ് കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. പവർ ഫാക്ടർ 1 ആണെങ്കിൽ 2 വാട്ട്മീറ്ററും ഈക്വൽ ആയിരിക്കും, പോസിറ്റീവും ആയിരിക്കും. ടോട്ടൽ പവർ കാണാനായിട്ട് W1 പ്ലസ് W2 2 വാട്ട്മീറ്റർ റീഡിങ്ങും ആഡ് ചെയ്യുക. ഇനി പവർ ഫാക്ടർ ലെസ് ദാൻ 1ഉം ഗ്രേറ്റർ ദാൻ 0.5ഉം ആണെങ്കിൽ 2 വാട്ട്മീറ്ററും പോസിറ്റീവ് ആയിരിക്കും, എന്നാൽ 2 വാട്ട്മീറ്റർ ഡിഫറെൻറ്റ് റീഡിംഗ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ടോട്ടൽ പവർ കാണാനായിട്ട് W1 പ്ലസ് W2 2 റീഡിങ്ങും ആഡ് ചെയ്താൽ മതിയാവും. ഇനി പവർ ഫാക്ടർ 0.5 ആണെങ്കിൽ ഫസ്റ്റ് വാട്ട്മീറ്റർ 0 റീഡിംഗ് ആയിരിക്കും കാണിക്കുക. ടോട്ടൽ പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വാട്ട്മീറ്ററിലായിരിക്കും. ഈ പവർ ഫാക്ടർ ലെസ് ദാൻ 0.5ഉം ഗ്രേറ്റർ ദാൻ 0ഉം ആണെങ്കിൽ 2 വാട്ട്മീറ്ററിൽ ഏതെങ്കിലും ഒരു വാട്ട്മീറ്ററിൻ്റെ പോയിൻ്റർ പുറകിലേക്ക് മൂവ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാട്ട്മീറ്ററിൻ്റെ പ്രഷർ കോയിൽ അല്ലെങ്കിൽ കറണ്ട് കോയിലിൻ്റെ കണക്ഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. പിന്നീട് റീഡിംഗ് എടുക്കുമ്പോൾ ആ വാട്ട്മീറ്റർ പോസിറ്റീവായിട്ട് ആയിരിക്കും കാണിക്കുക. ഇനി കിട്ടിയ റീഡിങ് മറ്റൊരു വാട്ട്മീറ്റർ റീഡിങ്ങുമായിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യുക. ഇനി പവർ ഫാക്ടർ 0 ആണെങ്കിൽ 2 വാട്ട്മീറ്റർ റീഡിങ്ങും സെയിം ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പവർ W1 മൈനസ് W2, അതായത് ടോട്ടൽ പവർ 0 ആയിരിക്കും. ഇനി നമുക്ക് കണക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലാബ് മെഷർമെൻറ്റ് ഓഫ് 3 ഫേസ് പവർ ആൻഡ് പവർ ഫാക്ടർ യൂസിങ് 2 വാട്ട്മീറ്റർ. അതായത് 2 വാട്ട്മീറ്റർ വെച്ചിട്ട് നമ്മൾ പവർ ആൻഡ് പവർ ഫാക്ടർ മെഷർ ചെയ്യുന്ന വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ മീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, എങ്കിലും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 600 റേഞ്ചിൻ്റെ വോൾട്ട് മീറ്ററാണ്. അപ്പോൾ നമ്മൾ 600 റേഞ്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്ററായി. അമീറ്റർ 10 ആംപിയറിൻ്റെയാണ്, അതവിടെ ഉണ്ട്. പിന്നെ 2 വാട്ട് മീറ്റർ. പിന്നെ വരുന്നത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറാണിത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 to 450 വരെ മാക്സിമം വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ്. ഇതാണ് 3. ഇവിടെ ഈ 3 പോയിന്റാണ് RYB ഇൻപുട്ട് വരും. ഇവിടെയാണ് ഔട്ട്പുട്ട് വരിക. RYBയുടെ ഔട്ട്പുട്ട് ഇവിടെയാണ് വരിക. നമ്മൾ ഇതെന്നാണ് ഇൻപുട്ട് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കണക്ഷൻ R എന്നുള്ള കണക്ഷൻ എടുത്തിട്ട് നേരെ ഇവിടുത്തെ ഇൻപുട്ടിനെ Rലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് വൈ ഫേസ് ഇത് നേരെ Y എന്നുള്ള ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ബി ഫേസ് നേരെ മൂന്നാമത്തെ ഇൻപുട്ട്, അതായത് RYB 3 ഇൻപുട്ട് നമ്മൾ അവിടെ നേരെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാം. ഇത് RYB. അപ്പോൾ നമ്മൾ RYBയുടെ വരുന്ന സമയത്ത് R എന്നുള്ള ഫേസിന് എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ട് ചെല്ലാൻ കഴിഞ്ഞിട്ട് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ R ഫേസ് നേരെ പോണത് ഒരു പോയിന്റ് വോൾട്ട് മീറ്ററിന്റെ ഒരു എൻഡിലേക്ക് പോകുന്നുണ്ട്, ഒരെണ്ണം അമീറ്ററിന്റെ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ R എന്നുള്ള ഫേസിന്റെ ഔട്ട്പുട്ട് എടുത്തു. ആദ്യത്തെ ഫേസ് എടുത്തിട്ട് വോൾട്ട് മീറ്ററിന്റെ കോമൺ പോയിന്റ് കണക്ട് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരു പോയിന്റ് എടുത്തിട്ട് നേരെ അമീറ്ററിന്റെ കോമണിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നിന്ന് R ഫേസിൽ നിന്ന് എടുത്തു നേരെ വോൾട്ട് മീറ്ററിന്റെ ഒരു കോമൺ പോയിന്റിലേക്ക് കൊടുത്ത് അമീറ്ററിന്റെ കോമൺ പോയിന്റിൽ പോയി. അമീറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് എത്രയാമത്തെയാണ് നമുക്ക് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആംപിയർ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 എന്നുള്ളതിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നേരെ വാട്ട് മീറ്ററിന്റെ M എന്നുള്ള പോയിന്റ് കണക്ട് ചെയ്യുക. എമ്മും സിയും തമ്മിൽ ഷോർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എം സി എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിന്റെ
അമ്മീറ്ററിന്റെ ഔട്ട്പുട്ടിന് എത്ര ആംബിയർ എന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ വാട്ട് മീറ്ററിന് എമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് വയർ. ഇത് നേരെ വാട്ട് മീറ്റർ എമ്മിൽ കണക്ട് ചെയ്തു. എമ്മും സിയും തമ്മിൽ ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി പോകുന്നത് നേരെ എമ്മിന്റെ ഔട്ട്പുട്ട് എല് എന്ന് പറഞ്ഞാൽ നേരെ ലോഡിലേക്കാണ് പോവുക. അപ്പൊ നമ്മളിവിടെ ലോഡായിട്ട് ഉപയോഗിക്കുന്നത് റെസിസ്റ്റീവ് ലോഡാണ്. അപ്പൊ നേരെ എന്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് മീറ്ററിന്റെ എല് എന്നുള്ള പോയിന്റ്, ലോഡ് എന്നുള്ള പോയിന്റ് നേരെ ലോഡിന്റെ ഒരു ഫേസിൽ കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വാട്ട് മീറ്ററിന്റെ ലോഡിന്ന് റെഡ് ഫേസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫേസ് വൈ ഫേസ്. ഈ വൈ ഫേസിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ ഉണ്ട് വോൾട്ട് മീറ്ററിന്റെ 600 എന്നുള്ള പോയിന്റിൽ, അതായത് നമ്മൾക്ക് രണ്ടാമത്തെ ഫേസ് വരുന്നതിന്റെ 600 എന്നുള്ള പോയിന്റിൽ കണക്ട് ചെയ്യാം. നമ്മൾ ഇവിടെ 4 പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു അല്ലേ, 150, 300, 600. അപ്പോൾ നമ്മളിതിൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, സ്കെയില് 150 ആണ്. അപ്പോൾ ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് 600ന്റെ റീഡിംഗ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ രണ്ടാമത്തെ ഫേസ് വൈ ഫേസ് നിന്ന് എടുത്തിട്ട് നേരെ വോൾട്ട് മീറ്ററിന്റെ 600 കണക്ട് ചെയ്തു. അവിടെ നേരെ വാട്ട് മീറ്ററിന്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യാം, അതായത് വി എന്നുള്ള പോയിന്റിൽ കണക്ട് ചെയ്യാം. വാട്ട് മീറ്ററിന്റെ വി നിന്ന് അത് 600 തന്നെയാണ്. അവിടെ നോക്കിയാൽ കിട്ടും 600. നമ്മൾ 3 ഫേസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് 600ൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ട് മീറ്ററിന്റെ 600 എന്നുള്ള പോയിന്റ് നേരെ വാട്ട് മീറ്ററിന്റെ 600ൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ 600ൽ കണക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ നേരെ രണ്ടാമത്തെ ഫേസായ വൈയിൽ കണക്ട് ചെയ്യാം, ലോഡിന്റെ വൈയിൽ കണക്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കണക്ട് ചെയ്തത് റെഡിലാണ്, രണ്ടാമത്തെ ലോഡ് കണക്ട് ചെയ്തത് വൈയിലാണ്. ഓക്കെ, ഇനി അടുത്തത് തേർഡ്. മൂന്നാമത്തെ എന്ന് കഴിഞ്ഞാൽ ബി ഫേസ് ആണ്. ബി ഫേസ് നേരെ വാട്ട് മീറ്ററിന്റെ എമ്മിൽ കണക്ട് ചെയ്യുക, എമ്മും സിയും തമ്മിൽ ഷോർട്ട് ചെയ്യുക, എല്ലാം നേരെ മൂന്നാമത്തെ ഫേസിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഫേസ് എടുത്തു. മൂന്നാമത്തെ ഫേസ് നേരെ വാട്ട് മീറ്ററിന്റെ എമ്മിൽ പോയി എമ്മും സിയും തമ്മിൽ ഷോർട്ട് ചെയ്തു, എല്ലാം നേരെ എടുത്തിട്ട് മൂന്നാമത്തെ ഫേസ് ബിയിൽ കണക്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ ഇത്രയാണ് കണക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം കൂടെ എല്ലാം വെരിഫൈ ചെയ്യാം. ഇതെല്ലാം വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പറഞ്ഞ പോലെ സ്വിച്ച് എല്ലാം ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ആ പോയിന്റ് 0-ലായിരിക്കണം. അപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമർ ഒന്നുകൂടെ 0 എന്നുള്ള കണ്ടീഷനിൽ വെച്ച് നോക്കിയിട്ട് ശേഷം മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഓട്ടോ ട്രാൻസ്ഫോമറിനെ നമ്മൾ റേറ്റഡ് വോൾട്ടേജിലേക്ക് എത്തിക്കണം. റേറ്റഡ് വോൾട്ടേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 415 വോൾട്ടാണ് 3 ഫേസ് വോൾട്ടേജ്. നമുക്ക് ആ റേഞ്ചിലേക്ക് എത്തിക്കണം. 415 വരുമ്പോൾ ഏകദേശം 105 വരും. വോൾട്ട് മീറ്ററിൽ നമ്മൾ 150ന്റെ സ്കെയിലാണ് 600ൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന റീഡിങ്ങിനെ ഇൻറ്റു 4 ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ റീഡിംഗ് ആവുക. പിന്നെ നമ്മൾ ലോഡ് ഓൺ ചെയ്യുന്ന സമയത്താണ് വാട്ട് മീറ്ററിലും അമീറ്ററിലും റീഡിംഗ് കാണിക്കുക. ഓക്കെ, നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് ഒരു ലോഡ് ഓൺ ചെയ്യാം. ഇവിടെ ലോഡ് റെസിസ്റ്റീവ് ലോഡ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോഡ് ഓൺ ചെയ്യണം. ഫസ്റ്റത്തെ ലോഡ് 1 ആംപിയറിന്റെ ഓൺ ചെയ്യണം. 1 ആംപിയറിന്റെ ഓൺ ചെയ്തു. അപ്പോൾ വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി സെയിം 102 വോൾട്ട് ഉണ്ട്. 2 ഗുണിക്കാം. അമീറ്റർ ഇവിടെ 1 ആംപിയറിന്റെ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കെയിൽ 10ന്റെ തന്നെയാണ്, നമ്മൾ 10ൽ തന്നെയാണ് കണക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ 1 ആംപിയർ തന്നെയാണ്. ഇനി വാട്ട് മീറ്ററിൽ നോക്കാം. അപ്പോൾ ഈ വാട്ട് മീറ്ററിൽ കിട്ടിയിട്ടുള്ള റീഡിംഗ് നമുക്ക് 100 ആണ്. അപ്പോൾ ഇതിന്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ 4 ആണ്. അപ്പോൾ 100 × 4 400 വരും. 111ന്റെ 100 × 4. ഇനി രണ്ടാമത്തെ വാട്ട് മീറ്ററിലും സെയിം തന്നെയാണ്, 100 × 4. അപ്പോൾ 100 × മൾട്ടിപ്ലൈയിങ് ഫാക്ടർ 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായി. ഇനി അടുത്ത രണ്ടാമത്തെ റീഡിംഗ് എടുക്കാം. രണ്ടാമത്തെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ആംപിയർ ഓൺ ചെയ്യാം. ലോഡിന്റെ 2 ആംപിയറിന്റെ ഓൺ ചെയ്തപ്പോൾ നമുക്കിവിടെ റീഡിംഗ് വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി സെയിം തന്നെയാണ്. ഇതേപോലെ നിങ്ങൾ 4 5 റീഡിംഗ് എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാൽക്കുലേഷനെല്ലാം ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ആദ്യമായിട്ട് 1 by 1 ആയിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. അതിനുശേഷം ഓട്ടോ ട്രാൻസ്ഫോമറിനെ 0-ലേക്ക് എത്തിക്കാം. ഓട്ടോ ട്രാൻസ്ഫോമർ 0-ൽ സ്വിച്ച് ഓഫ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.